എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. നമ്മളിതാ കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ ആവണിക്കുട്ടി ഉണ്ട് കേട്ടോ. നമ്മുടെ കുട്ടിക്കുറുമ്പി കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ആളുടെ എന്താ പാവയാട്ടോ. ആളുടെ പാപ്പ വാങ്ങിക്കൊടുത്ത പാവയാണ്. പക്ഷേ പാവയാണോ എന്ന് വരെ ഇപ്പോൾ നമുക്ക് സംശയം തോന്നിപ്പോൾ ആ രീതിയിലാക്കി കേട്ടോ. കയ്യും കാലും ഫുള്ള് ഇതാ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് കയ്യും കാലൊക്കെ എവിടെ? പാവയുടെ അവളെന്തെങ്കിലും കഴിക്കുകയാണെങ്കിലൊക്കെ ആദ്യം കൊണ്ടേ കൊടുക്കട്ടോ. കൊടുത്തിട്ട് ഈ ഒരു ലെവലിലാക്കി എടുത്തിട്ടോ. കയ്യും ഇല്ല കാലും ഇല്ല, ഇപ്പോൾ ഒന്നും ഇല്ല കേട്ടോ. ഉടൽ മാത്രമേ ഉള്ളൂ അല്ലേ. പൊട്ടുപൊട്ട് കൊടുക്കലും കണ്ണെഴുതി കൊടുക്കലും ഭയങ്കര മേക്കപ്പൊക്കെ ആട്ടോ അതിനെടുത്തിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കുറച്ച് പരിപാടികളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞങ്ങൾ പറമ്പിലാണ്. അപ്പോൾ ഒരു 3 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ നല്ല തണുത്ത കാറ്റിന് കേട്ടോ, ഒരു കുറവില്ലാട്ടോ കാറ്റിന്. നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. പൊതുവേ നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല തണുപ്പ് തന്നെയാണെന്ന് ഞാൻ ഓരോ വീഡിയോസിലും പറയാറുണ്ട്. എന്നാലും ഇപ്പോൾ 2 സൈഡ് തണുപ്പിൻ്റെ ലെവൽ കുറച്ചുകൂടി കൂടുതൽ ഡൗട്ട് ഉണ്ട് കേട്ടോ. കാരണം തണുപ്പ് കൂടുന്തോറും നമുക്കിങ്ങനെ ക്ലൈമറ്റ് നമുക്ക് അത്രത്തോളം അറിയാൻ വേണ്ടി പറ്റും പെട്ടെന്ന് തന്നെ. കാരണം നമ്മളിപ്പോൾ തറയിലൊക്കെ ചവിട്ടുമ്പോഴായാലും അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോഴൊക്കെയാലും നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും തണുപ്പ് കൂടുന്നതനുസരിച്ച്. ഇപ്പോഴായാലും നല്ല തണുപ്പാണ്. തണുപ്പ് കൂടുന്തോറും ജലദോഷം അതുപോലെ തന്നെ ചുമ അതൊക്കെ നമുക്ക് ഉണ്ടാവും കേട്ടോ. ഇത് നമ്മൾ എത്രയായാലും ഈ ഒരു ക്ലൈമറ്റുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ പോലും നമുക്ക് ക്ലൈമറ്റ് നല്ല ഹാർഡായിട്ട് കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ 2 സൈഡ് നല്ല തണുപ്പാണ് ഞാൻ പറഞ്ഞിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലിതാ ചുമയും അതേപോലെ ചെറിയ രീതിയിൽ ജലദോഷം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങി. നടന്ന് നമുക്ക് പണിക്ക് ചേട്ടന്മാരൊക്കെ കേട്ടോ പറമ്പിൽ. നമ്മുടെ ഏലത്തിൻ്റെ ചോടക്കൊന്ന് ചെത്തി മണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കുട്ടിക്കുരുമ്പി നടന്നെൻ്റെ കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ലാലാ പാട്ടൊക്കെ പാടുവാണോ? അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഭാഗം ഫുള്ള് നമ്മുടെ തൂമ്പയ്ക്കനെ ചെത്തി എല്ലാം നന്നായിട്ട് ലെവൽ ചെയ്ത് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ ഏലത്തിന് ചപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ല സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാം നല്ല ഉഷാറായി വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഇവിടത്തേക്ക് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതേപോലെ നമ്മുടെ കാപ്പി നോക്കി, കാപ്പി ഫുള്ള് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതാട്ടോ. ഇപ്പോൾ ഇതാ വീണ്ടും ചെറിയ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയിട്ട് കുറേ മൊട്ടുകളാട്ടോ. അതാ നോക്കി ഒരു പൂവിടാനുള്ളൊരു ടൈം ആയി തുടങ്ങാനായിട്ടുണ്ട്. അതാണിതാ അതിൻ്റെ തെളിവാട്ട് ഈ ഒരു പൂവ്. അപ്പോൾ എല്ലാ കാപ്പിയും ഇപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഇങ്ങനെ നിറച്ചിങ്ങനെ മുട്ടിട്ട് നിൽക്കും കേട്ടോ. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഫുള്ളൊരു വെള്ളമയായിരിക്കും. നമുക്ക് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇവിടെ നമ്മളിപ്പോൾ ഫുള്ള് ചെത്തിയിട്ട് നമ്മുടെ ഏലത്തിൻ്റെ ചൂടൊക്കെ ചെത്തിക്കൂട്ടി സെറ്റാക്കി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളിപ്പോൾ പെട്ടെന്നൊന്നും കാട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുള്ളങ്ങ് പയറ് വിത്ത് വിതച്ചിരിക്കുകയാണ്. അപ്പോൾ കുറേ പയറ് വിത്ത് പോയാലും കുറേയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കാട് ഒരു പരിധി വരെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആ രീതിക്ക് ഇതാ ഫുള്ള് നമ്മളിവിടെ ചെത്തിയിട്ട് പയറ് വിത്ത് പായി കൊടുത്തിരിക്കണം. കുറേയൊക്കെ പയറ് വിത്ത് മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. നോക്കി ഇത് ഭാഗത്ത് കുറേ മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. ആക്രിക്കാർ വരുന്നുണ്ട് കേട്ടോ. അതായത് പഴയ സാധനങ്ങളൊക്കെ എടുക്കുന്ന ചേട്ടന്മാരുണ്ടാവുമല്ലോ. അപ്പോൾ അവർ വരുന്നുണ്ട്. അവർ നമ്മുടെ ഇവിടെ എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ ഒരു 3-4 വട്ടമൊക്കെ വരാറുണ്ട് കേട്ടോ. എവിടെ നിന്ന് ഇതിന് മാത്രം സാധനങ്ങൾ കിട്ടുന്ന അറിയില്ല. എന്നാലും ഒരു 3-4 വട്ടം ആഴ്ചയിൽ വരാറുണ്ട്. മാസത്തിൽ കുറേ വട്ടം വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പയർ വിത്തൊക്കെ ഒന്ന് മുളച്ചത് കാണിച്ചത്. നല്ല വെയിലുണ്ട് കേട്ടോ. പക്ഷേ ചൂട് എന്ന് പറയാനില്ല കേട്ടോ. വെയിൽ ചൂടും ഇല്ല എന്ന് പറയുന്നത് നല്ല തണുത്ത ഒരു ക്ലൈമറ്റ് ആട്ടോ. വെയിലുണ്ടെങ്കിൽ പോലും ഒരു വെയിലിനൊരു പൊള്ളലോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. വെയിലുണ്ടെന്ന് പറയാം, അത്രയേ ഉള്ളൂ. പേരിനൊരു വെയിൽ എന്നാൽ നല്ല തണുപ്പുമാണ്. അപ്പോൾ ഇതാ നമുക്ക് അടുപ്പിച്ച് കുറേ എണ്ണം മുളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ വെതറി കൊടുത്താണല്ലോ. കുറേയൊക്കെ ചിലപ്പോൾ ഉറുമ്പ് തിന്ന് പോകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് പോയാലും കുറേയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് അങ്ങ് അടുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ചില സ്ഥലത്ത് ഇതേപോലെ ഇങ്ങനെ അടുപ്പിച്ച് നിറച്ചുണ്ടായിട്ടുണ്ട് എന്തായാലും. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് നല്ല രീതിയിൽ വലുതാവുന്നതനുസരിച്ച് നമുക്ക് ഇലയും എടുക്കാം, അതേപോലെ തന്നെ കായും എടുക്കാമല്ലോ. പിന്നെ കാടും കുറയുമല്ലോ. എന്താണ് 1-2 പഠിപ്പിക്കുകയാണോ പാവയ്ക്ക്? അവളുടെ പാവക്കുട്ടീനെ കയ്യിൽ വെച്ച് 1-2 പഠിപ്പിക്കുന്ന പരിപാടിയിലാട്ടോ. എന്നാൽ പറഞ്ഞു കൊടുത്തേ, ഗൈസിന് കാണിച്ചു കൊടുത്തേ 1-2 എങ്ങനെയാണ് പഠിപ്പിക്കണമെന്നൊന്ന് കാണിച്ചു കൊടുത്തേ. മൂട് പോയോ? അതിൻ്റെ ഇടയ്ക്ക് ഇത് തലയിൽ എന്ത് പൂവാ? കാപ്പിയുടെ പൂവൊക്കെ തലയിൽ വെച്ചിരിക്കുന്നു. കാപ്പിയുടെ പൂ എവിടെ? പൂവൊക്കെ ഉണ്ടാവട്ടെ, ഉണ്ടായിട്ട് നമുക്ക് പറിച്ചെടുക്കാം അല്ലേ? വേണ്ട ഒടിക്കല്ലേ. ഇവിടെ നോക്കി 2 കാപ്പിയുടെ ഇടയിൽ ചെറിയൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ്. അതായത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മളിതാ ഈ ഒരു ആശാന വെച്ച് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഏല കേട്ടോ. അപ്പോൾ ഇത് ഈ അടുത്ത് വെച്ചിട്ടുള്ളൂ, അധികം ആയിട്ടില്ല കേട്ടോ. വെറും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. എന്തായാലും ഉഷാറായി കയറി വരുന്നുണ്ട് കേട്ടോ. ഈ അടുത്ത് നമ്മളൊരു വളം ചെയ്തിട്ടുണ്ടേ. വളമൊക്കെ ചെയ്തതിൻ്റെ എഫക്റ്റ് ആട്ടോ ഈ കാണുന്നത്. ഈ മുളക് തുടങ്ങി ഒരു ചൂട്ടിൽ നല്ല തണുപ്പ് കിട്ടി. ഒരു ചപ്പ് ഇങ്ങനെ അങ്ങ് നീക്കുമ്പോഴത്തേനും നല്ല തണുപ്പുണ്ട്.
പിന്നെ നമ്മൾ സ്പ്രിംഗ്ലറിന് നന്നായിട്ട് നനയ്ക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഇവിടെ ഫുള്ള് നമ്മൾ ഇപ്പോൾ തൂമ്പയ്ക്ക് ചെത്തി എടുത്തിരിക്കുകയെന്ന് പറഞ്ഞല്ലോ, ചെത്തി മണ്ണൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിരിക്കണം. അതുകൊണ്ട് തന്നെ നടക്കാനൊക്കെയാണ് നല്ല സുഖമാട്ടോ. മറ്റേത് കാടൊക്കെ ആകുമ്പോൾ നമുക്ക് നടക്കാൻ നല്ല പാടായിരിക്കും. അപ്പോൾ കാടൊക്കെ തെളിഞ്ഞ് കിടക്കുമ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് നടക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ അടയ്ക്കൊക്കെ ഇപ്പോൾ കൊഴിഞ്ഞ് വീഴാൻ തുടങ്ങിയിട്ട്, അപ്പോൾ ഈ ഒരു ഭാഗത്ത് വീഴുന്ന അടയ്ക്കാണ് നമുക്ക് കറക്റ്റായിട്ട് പെറുക്കിയെടുക്കാം. കാരണം കാടില്ലാത്തതുകൊണ്ട് നമുക്ക് എവിടെയാണ് വീഴുന്നത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റും. മാത്രമല്ലതാ ഇനി ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഫുള്ള് നമ്മുടെ ഏത്തവാഴ കേട്ടോ. അങ്ങോട്ടേക്ക് ഫുൾ ഏലാണ്. അപ്പോൾ ഇനി ഇങ്ങോട്ട് താഴേക്ക് ഒരു ലെവൽ വരെ നമ്മൾ വാഴയായിട്ട് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് പിന്നെ നമ്മുടെ ഏലം തന്നെയാണ്. അപ്പോൾ വാഴയൊക്കെ ഇപ്പോൾ ഇതിനേക്കാളും നല്ല ഹൈറ്റായി തുടങ്ങിയിട്ടുണ്ടോ. കഴിഞ്ഞ ദിവസമൊക്കെ വന്ന ടൈമിൽ ഇത്രയൊന്നും ഹൈറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദിവസങ്ങൾ ചെല്ലുന്തോറും വാഴയ്ക്കൊക്കെ നല്ല ഹൈറ്റായി കൂടി നല്ല ഉഷാറായി വരുന്നുണ്ട് കേട്ടോ. എന്നാലും നല്ല അടിപൊളിയായിട്ട് വരട്ടെങ്കിൽ നമുക്ക് വാഴയ്ക്ക് വളം ചെയ്യാനും അതുപോലെ മണ്ണ് ഒരു വട്ടം ഒന്ന് ചെത്തിക്കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ട്രിപ്പ് ഒന്ന് ചെത്തിക്കൂട്ടാനും ഒക്കെ ടൈമായി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അതൊക്കെ നമുക്ക് ചെയ്യണം. പിന്നെ കഴിച്ച് ഞാൻ സംഭവം കാണിച്ചതാ. സംഭവം വേർന്നത് നമ്മുടെ ഈ ഒരു കാപ്പിയായിട്ട് നോക്കി ഈ ഒരു ബുഷി സെറ്റപ്പിൽ നമ്മളത് വെട്ടിക്കൊടുത്തിരിക്കുന്നത്. നല്ല കാലപ്പഴക്കം ഉണ്ട് ഈ ഒരു കാപ്പിക്ക്. ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ഒരു കാപ്പി തന്നെയാണ്. മാത്രമല്ല നല്ല വിളവ് നമുക്ക് എപ്പോഴും കിട്ടാറുണ്ട് ഈ ഒരു കാപ്പിയിൽ. പക്ഷേ അതിന് മാത്രം ഹൈറ്റും ഇല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ചൂട് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ചൂട് അത്യാവശ്യം വണ്ണുണ്ട് കേട്ടോ. പക്ഷേ നമ്മളിങ്ങനെ ഒതുക്കി വെട്ടിക്കൊടുത്തിട്ട് അത് ഒരിക്കലും ഒരു ബുഷി സെറ്റപ്പിൽ നല്ല റൗണ്ട് പോലെ കേട്ടോ. ഇങ്ങനത്തെ കാപ്പികൾ അപൂർവമാട്ടോ. അതായത് ഇത്രയും ഹൈറ്റ് കുറവിൽ നല്ല ഇതിൽ വട്ടം വീശില്ല. മറ്റേത് ഇതിനേക്കാളും കുറച്ചുകൂടി ഹൈറ്റ് ഉള്ളതാട്ടോ പിന്നെയും നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു 5-6 ഉള്ളതാണ് എനിക്ക് തോന്നുന്നു. നമ്മളിതാ ഇവിടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവാത്ത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേ നമ്മുടെ കാപ്പികളൊക്കെ ഒന്ന് കവാത്ത് ചെയ്യണം. അപ്പോൾ കവാത്ത് ചെയ്യുന്നൊരു ടൈമൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ട് നമുക്ക് എന്തായാലും മണ്ട മാത്രം കേട്ടോ കവാത്ത് ചെയ്യുള്ളൂ. അതായത് ഒരു മണ്ട ഇങ്ങനെ കുറച്ചൊന്ന് മുറിച്ചെടുക്കുന്നൊരു പ്രോസസ് ആട്ടോ നമ്മൾ കവാത്ത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ. പല സ്ഥലങ്ങളിലേക്ക് ചിലപ്പോൾ വേറെ രീതികളിലൊക്കെ ആയിരിക്കും അറിയപ്പെടുന്നുണ്ടാവുന്നത്. നമ്മളിങ്ങനെയാട്ടോ പറയാറുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളത്. അതേപോലെ ഇതിലായാലും നിറച്ച് ഇങ്ങനെ മുട്ടുകളാട്ടോ, ഒരുപാട് മുട്ടുണ്ട്. അപ്പോൾ എന്തായാലും തളിരുകളൊക്കെ നോക്കി കവാത്ത് ചെയ്തതിന് ശേഷം നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കവാത്ത് ചെയ്യണമെങ്കിൽ ഒരുപാട് അങ്ങനെ ഹൈറ്റ് വെച്ച് പോവില്ല. നല്ല രീതിയിൽ തന്നെ വട്ടം വീശി ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കിടക്കുകയും ചെയ്യും. അതാട്ടോ ഒരു കവാത്ത് ചെയ്യുന്നതിൻ്റെ ഗുണം. ഇത് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യുന്ന ടൈമിലാണെങ്കിലും കാപ്പിക്കുരുക്കെ പറിച്ചെടുക്കാനാണെങ്കിൽ ഒരുപാട് ഹൈറ്റിൽ പോകുമ്പോൾ നമുക്കായാലും പാടല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് തന്നെ നിന്ന് പറിക്കാവുന്നല്ലേ ഉള്ളൂ. ഒരാളിതാ ഇപ്പം തന്നെ കാപ്പിക്കുരു പറിക്കാനുള്ള പരിപാടിയാണ്. കാപ്പിക്കുരു ആയില്ല. ഇവിടെ ആവണി ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ പിന്നെ നോക്കണമെങ്കിൽ ആൾ വിചാരിക്കണം. ഹായ് കൊടുത്തേ, ഒരു ഹായ് കൊടുത്തേ. ഹായ് പറ. ഹായ് ഇല്ല ഇന്നിനി ഹായ് ഒന്നുമില്ല. ഹായ് പറ ഹായ്. ചോടെന്നാലും അത്യാവശ്യം വണ്ണുണ്ട് കേട്ടോ. ചെറിയൊരു കവട്ട പോലെ ഇങ്ങനെ പോയിട്ട് പിന്നെ ഫുള്ള് ഇതേപോലെ ബുഷി സെറ്റപ്പിലാട്ടോ. നമ്മുടെ ഈ ഒരു കവുങ്ങൽ കടയ്ക്ക് നന്നായിട്ട് തന്നെ മൂത്ത് നിൽക്കുവാട്ടോ. അതുകൊണ്ട് തന്നെ കൊഴിഞ്ഞ് താഴെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്ക് കാണിച്ചു തരാം. ഇതിൽ നോക്കിയാൽ ഇടയിലായിട്ട് നല്ല രീതിയിൽ തന്നെ കളർ മാറിയതും പഴുത്തതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അതിങ്ങനെ താഴെ വീഴുന്നുമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കാടൊന്നും അധികം ഇല്ലെന്ന്. അതുകൊണ്ട് നമുക്കിത് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട് എവിടെയാണ് വീഴുന്നത്. തപ്പി നടക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു കാടാകുമ്പോൾ നമുക്ക് നല്ല പാടാണ്. ഈ ഒരു അടയ്ക്കൊക്കെ കൊഴിഞ്ഞ് വീഴുന്ന ടൈമിൽ എവിടെയാണ് ഐഡൻറ്റിഫൈ ചെയ്യൽ. പഴുത്തത് ഇങ്ങനെ താഴേക്ക് കൊഴിഞ്ഞ് വീഴും കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ പറിക്കേണ്ട സമയം. പറിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുതലാവില്ല കേട്ടോ. അതാണ് നമ്മൾ പറിക്കാതെ. കാരണം എല്ലാ കവുങ്ങുകളൊന്നും ഇല്ലല്ലോ, വളരെ അപൂർവമായിട്ടായിട്ടുള്ളത്. മരുന്നടിച്ച് നിർത്തുകയാണെങ്കിൽ പോലും നമുക്ക് ഈ കോട കാരണം കുറേ പൂക്കൾ, അതായത് ഈ ഒരു കായ ആവുന്നതിന് മുന്നേ തന്നെ കൊഴിഞ്ഞ് താഴെ വീഴും. നല്ല കാറ്റുണ്ട് കേട്ടോ. മഴ പെയ്യാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ 2 ദിവസമായിട്ട് തണുപ്പിന് നല്ല ശക്തി കൂടുതലുമാണ്. അതേപോലെ തന്നെ തണുത്ത കാറ്റിങ്ങനെ നല്ല രീതിയിലായിട്ട് വീശി തുടങ്ങുന്നത്. നോക്കി ഒരാൾ സ്വന്തമായിട്ട് നടന്ന് വരെ എടുക്കേണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കി ഇത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവളെ കൂട്ടാതെ എന്തായാലും ഞാൻ പോകുന്നുമില്ല. എന്നാലും അവൾ നടന്ന് വരട്ടെ. കുറച്ച് നേരം നമുക്ക് നോക്കാം. എവിടെ കാണാനില്ലല്ലോ. വാ ഓടി വാ. എൻ്റെ അടുത്ത് ഓടി വരാനാണ് കേട്ടോ പറയുന്നത്. ഓടി വാ. ഓടി വരുന്നില്ലേ? ഇതേപോലത്തെ ഈ ഒരു കവുങ്ങ ചൂട്ടിലായാലും അത്യാവശ്യം അടയ്ക്കതാ പഴുത്തിട്ട് വീണിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമ്മൾ കുറേയൊക്കെ കളനാശിനി അടിച്ചൊരു ഭാഗമായിട്ട്. അതുകൊണ്ട് നോക്കി പുല്ലൊക്കെ നന്നായിട്ട് കരിഞ്ഞുണങ്ങി നിൽക്കുന്നുണ്ട്. കളനാശിനി അടിച്ചിട്ടാലും നമുക്ക് നന്നായിട്ട് തന്നെ കാണും കേട്ടോ ഇങ്ങനെ വീണാലൊക്കെ. കാരണം നന്നായിട്ട് തന്നെ സ്ട്രോങ്ങുള്ള കളനാശിനി ആയതുകൊണ്ട് 2 ദിവസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഉണങ്ങിക്കോളും പുല്ലൊക്കെ.
ആവേശത്തിൽ ഞങ്ങൾ കുറച്ച് നടക്കാമെന്നൊക്കെ പാടി. പക്ഷേ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ പിന്നെ അതാട്ടോ അവസ്ഥ. ആ ചെരുപ്പ് പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ചെരുപ്പ് ഇല്ലാതെ പോവാ. വാ, ചെരുപ്പ് വേണ്ട, ചെരുപ്പ് വേണ്ട. ഇതാട്ടോ ആൾക്ക് സങ്കടം വന്നു കഴിഞ്ഞുള്ള മുഖം ഇങ്ങനെ ആക്കിയിരിക്കും. ചെരുപ്പ് എടുത്തുതരാം, അമ്മ എടുത്തുതരാം. വാ, ചെരുപ്പ് എടുത്തിട്ട് കാല് മാറാതെ ആ കാലിൽ തന്നെ ഇട്. ചെരുപ്പിടുന്ന് കാണിച്ചു കൊടുക്കട്ടെ. വാവയ്ക്ക് ചെരുപ്പിടാന്ന് അറിയോ നോക്കട്ടെ. ചെരുപ്പ് കിട്ടിയോ ചെരുപ്പ്? ഞങ്ങൾ വന്നതാ നമ്മുടെ ആനയുടെ ഫേവറേറ്റ് സാധനം കേട്ടോ. വേറെ എന്താ, നമ്മുടെ പന. ഇത് ചെറിയ പനയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ പന നമുക്ക് മുറിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു സംഭവം ഉണ്ട്. അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ വേറെ വീഡിയോയിലൂടെ കാണിച്ചത്. നല്ല വൈറ്റ് കളർ, നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം എന്തോ ഒരു 2-3 മാസം മുന്നേ വന്നപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം വീണ്ടും നോക്കി നല്ലൊരു കൂമ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല കുറച്ചുകൂടി വലുതാവതിന് ശേഷം നമുക്കത് എടുത്തിട്ട് കാണിച്ചു തരട്ടെ എന്താ സംഭവം എന്നൊക്കെ. അപ്പോൾ എന്നാലും നമുക്കിന്ന് പറമ്പിൽ ചേട്ടന്മാർ പണിക്കുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോവാം കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ഒരു വെയിൽ ഫുള്ളായിട്ട് ഇപ്പം അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തണുപ്പുമായിട്ടുണ്ടെങ്കിൽ ഒരു മൂടലായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ക്ലൈമറ്റ് ഇങ്ങനെ മാറുന്നതുകൊണ്ട് ചിലപ്പോൾ ചാൻസ് ഉണ്ട് കേട്ടോ മഴ പെയ്യാൻ വേണ്ടി. അറിയില്ല, എന്നാലും നമുക്ക് നോക്കി നോക്കാം. കുറേ ദിവസത്തിന് ശേഷം എന്തായാലും ഇന്നൊരു മഴ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെ ഏലത്തിനൊക്കെ വളമൊക്കെ കലക്കിയാലും ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്രയായാലും നനയ്ക്കുന്നതിനേക്കാളും ഒരു എഫക്റ്റ് എന്തായാലും ഒരു മഴയ്ക്ക് തരാൻ വേണ്ടി പറ്റില്ല. എന്നാലും നോക്കാം, നമുക്ക് മഴ പെയ്യുവാണെങ്കിൽ പെയ്യട്ടെ. അപ്പോൾ ഇതെന്താണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണിക്കാം കേട്ടോ. പനയുടെ ഒരു ഇലയ്ക്കൊരു വേറൊരു മണമാണ് അല്ലേ. ഇതൊക്കെ നമ്മളിവിടെ മരം കൂതിയതിൻ്റെ ടൈമിൽ ചുള്ളിക്കമ്പുകൾ മാത്രമായിട്ട് സെപ്പറേറ്റ് മാറ്റിയിട്ടതാട്ടോ. നമുക്ക് കത്തിക്കാനൊക്കെ തീ പിടിപ്പിക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ കിടന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പൊക്കത്തിൽ കൂടെ 2 വള്ളിക്കൂട്ടങ്ങളൊക്കെ കയറി പടർന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് നല്ല ഇതിൽ ഉണങ്ങിയതുകൊണ്ട് തന്നെ അധികം വൈകാതെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് വള്ളിക്കൂട്ടങ്ങൾ കൈ അടക്കട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കുന്നത് നല്ല ടാസ്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് പറ്റുവാണെങ്കിൽ നമുക്ക് പോകുമ്പോൾ കുറച്ച് വിറക് കൂടി എടുത്തിട്ട് പോകണം. ചുള്ളി വിറകാകുമ്പോൾ നമുക്ക് രാവിലേക്ക് തണുപ്പൊക്കെ ആയാലും അടുപ്പിൻ്റെ അടിയിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടായി കഴിഞ്ഞാൽ കത്തി പിടിക്കാൻ നല്ല അടിപൊളിയായിട്ട് കത്തുമല്ലോ. പല ടൈപ്പ് വിറകുകൾ ഒരുമിച്ച് കേട്ടോ നമ്മൾ കൂട്ടിയിടാറുള്ളത്. അപ്പോൾ പല ടൈപ്പുകൾ ഒരുമിച്ചിടുമ്പോൾ നമുക്ക് ഇത് കത്താത്ത വിറകാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ, അതായത് കത്തുന്ന വിറകിൻ്റെ ഇടയിൽ കൂടെ മിക്സാക്കി വെക്കുമ്പോൾ അതും അങ്ങനെ കത്തിക്കോളും. ഇതെല്ലാം ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഒരുവിധമൊക്കെ എല്ലാം കത്തുമല്ലോ. ഇങ്ങനെ നമ്മൾ നമ്മുടെ ഏത്തവാഴത്തോട്ടത്തിൽ നിന്ന് നേരെ നമ്മുടെ ഏലത്തോട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വീണ്ടും ചെരുപ്പ് കളഞ്ഞു കളിപ്പെണ്ണ്. ഇട്. അങ്ങനെ ഇതാ നമ്മളിവിടെ പണിയെടുക്കുന്ന ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇവരിവിടെ നല്ല തകൃതിയായിട്ട് ഇതാ പണി ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മുടെ ആവണിക്കുട്ടി ഇതാ നടന്ന് താഴേക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞത് ഏട്ടനും ഉണ്ട് കേട്ടോ കൂടെ. അപ്പോൾ ഇതാ ഏട്ടൻ്റെ അടുത്തേക്ക് പോകുന്ന പോക്കാട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇവിടേക്കായിട്ട് കുറച്ച് കാടുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാടൊക്കെ ഫുള്ളായിട്ട് തൂമ്പ വെച്ച് ചെത്തി അത് ഫുള്ള് നമ്മുടെ ഏലത്തിൻ്റെ ചുവട്ടിൽ തന്നെ വട്ടത്തിൽ ഇങ്ങനെ വെക്കുക കേട്ടോ. അതായത് കൂടെ മണ്ണും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മണ്ണും എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേളിൽ നല്ല രീതിയിൽ തന്നെ ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ലൊരു തണുപ്പ് കിട്ടുമല്ലോ നമ്മൾ നനയ്ക്കുന്ന ഒരു ടൈമിലൊക്കെ. അപ്പോൾ നോക്കി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ചെത്തി സെറ്റാക്കിയിരിക്കുന്നത്. അത് ചെത്തി പോകാൻ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. കാരണം നമ്മൾ നല്ല തെളിഞ്ഞൊരു മണ്ണ് മാത്രമായിട്ട് നല്ല രസമായിട്ടോ കാണാൻ തന്നെ. അപ്പം എന്തായാലും കുറേ നേരത്തെ കഠിനാധ്വാനത്തിൻ്റെ റിസൾട്ട് ഇത്രയും നമുക്ക് അത്രയും നല്ല രസമായിട്ട് കാണുന്നതിന്. അപ്പം എന്തായാലും പണിയൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഗൈസ് പണിയൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ പതുക്കെ മേളിലേക്ക് പോവാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇതിലൂടെ കാണിച്ചത്. ജസ്റ്റ് നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങിയപ്പോഴുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ആട്ടോ കാണിച്ചിട്ടത്. അപ്പോൾ ഇനി കുറച്ച് നേരം കൂടി ഉണ്ട് കേട്ടോ പണി മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് വിറകൊക്കെ ഒന്ന് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോഴാണെങ്കിൽ ചുള്ളി വിറക് തീർന്നിരിക്കും കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി എന്തായാലും കുറച്ച് വിറകൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. അപ്പോൾ എന്തായാലും ഇനി മുകളിലേക്ക് നല്ല കയറ്റാട്ടോ. താഴേക്ക് ഇറങ്ങുന്ന പോലെ ആയിരിക്കില്ല, ഒരു കയറ്റം കയറാൻ വേണ്ടിയിട്ട്. എന്തായാലും അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് വിറകൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് കുഞ്ഞു വിശേഷങ്ങൾ നമ്മുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ടൊക്കെ ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് കയറി കണ്ടതിന് ശേഷം നമ്മുടെ വീഡിയോസ് നമ്മുടെ ഫ്രണ്ട്സിന് യൂസ്ഫുൾ ആവുന്നതിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി നെക്സ്റ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ. അപ്പോൾ ബൈ.